സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പമുള്ളത് BJP വക്താവ് റെജി ലൂക്കോസ് ആണ്. സാർ സ്വാഗതം. സാർ, നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ BJP നേരത്തെ തന്നെ നിയമം വഴി അക്കൗണ്ട് തുറന്നതാണ്. പക്ഷേ ഇപ്പോൾ അതല്ല രാഷ്ട്രീയ സാഹചര്യം. ഒരു 0-ൽ നിന്ന് 1-ൽ നിന്നും തുടങ്ങേണ്ട അവസ്ഥയിലാണ് നിലവിൽ ഉള്ളത്. എന്നിരുന്നിട്ടും ഒരു 30 സീറ്റ് വരെയൊക്കെ BJP നേതൃത്വം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഏതാണ്ട് 15 സീറ്റുകളിൽ ഏതാണ്ട് ഉറപ്പായും വലിയൊരു മത്സരം BJP കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് വാർത്തകളിൽ നിന്ന് നമുക്ക് വ്യക്തവുമാണ്. എന്ത് സാഹചര്യത്തിലാണ് ഇത്ര വലിയൊരു ആത്മവിശ്വാസം ഇത്തവണ BJP സംസ്ഥാന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെച്ച് പുലർത്താനുള്ള കാരണം? രണ്ട് കാരണങ്ങളാണ് മുഖ്യമായിട്ട്. ഒന്നാമത്തെ കാരണം 7 പതിറ്റാണ്ടിലേറെയായി പരസ്പര ധാരണയോടുകൂടി കേരളത്തെ ചതിക്കുന്ന രണ്ട് മുന്നണികൾ ഒരു മാറി മാറി അധികാരത്തിലാണ്. ഏറ്റവും പ്രതിഷേധാർഹവും വിചിത്രവുമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നാൽ നമ്മൾ സ്വയം ആർജിച്ച കേരളം എന്ന് പറയുന്ന സംസ്ഥാനം സ്വയം ആർജിച്ചെടുത്ത, പാരമ്പര്യമായിട്ട് തന്നെ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസത്തിന്റെയും വിവേകത്തിന്റെയും ഒരു വലിയ അടിത്തറയുണ്ട്. ആ അടിത്തറയിലുള്ള ജനങ്ങളെ മറ്റൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇവർ സമ്മതിക്കാറുണ്ട്. ഈ രണ്ട് മുന്നണികളും നടത്തിയ കബളിപ്പീരിനെ ഏറെ വൈകിയാണെങ്കിലും കേരളം തിരിച്ചറിഞ്ഞു. ആ കബളിപ്പീരിനെ തിരിച്ചറിയാനായിട്ട് അവർക്കൊരു ജനകീയ അടിത്തറയുള്ള, വികസന അടിത്തറയുള്ള, രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ നെറുകയിലെത്തിച്ച ദേശീയ ജനാധിപത്യ സഖ്യം ഇതൊരു യാഥാർത്ഥ്യമായതിന്റെ പ്രതിഫലനം കേരളത്തിലെ ജനമനസ്സുകളിൽ വലിയ വ്യാപകമായിട്ട് തന്നെ എന്താ പറയാ, അവരുടെ ആത്മാവിലേക്ക് പതിച്ചു എന്നതാണ് അതിന്റെ മുഖ്യ കാരണം തോന്നുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, കേരളം, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ അർഹതപ്പെട്ട കേരളത്തിന്റെ അവസരങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതിനൊപ്പം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ നശിപ്പിച്ചതിൽ 62 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് കുറ്റകരമായ ഉത്തരവാദിത്വം. അവർ ചെയ്ത പാതം എന്താണെന്നുള്ളവരും കേരളത്തിലെ, അല്ലെ എസ്പെഷ്യലി കേരളത്തിലെ ജനങ്ങൾക്ക്, ഓൾ ഓവർ ഇന്ത്യ എന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്, ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടാനുള്ള ഒരു അവസരമില്ലായിരുന്നു. കാരണം ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നത് കെട്ടുകഥകളാണെന്നും ഈ രാജ്യത്തിന് വേണമെങ്കിൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പേ, ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുള്ള 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകത്തിന് നെറുകയിലെത്താനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടായിട്ടും കൊള്ളക്കാർക്കും തട്ടിപ്പുകാർക്കും വേണ്ടി മാത്രം ഭരിച്ച, അതുപോലെ തന്നെ വിഘടനവാദികൾക്കും തീവ്രവാദികളെ സംരക്ഷിക്കുന്ന പല ഉദാഹരണങ്ങളും ഞാൻ ഈ ചർച്ചകളിലേക്ക് പറയാം. ഒരു നയത്തിലൂടെ നമ്മളെ ഇതുപോലെ തന്നെ കബളിപ്പിക്കുകയായിരുന്നു. ഇതെല്ലാം ബോധ്യമായത് കഴിഞ്ഞ് 10-15 വർഷം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ അധികാരമേറ്റതിന് ശേഷം, എന്റെ തന്നെ ഉദാഹരണം പറയാം. ഞാൻ ഭാഗ്യവശാൽ ഒരുപാട് രാജ്യങ്ങളിൽ, കുറെ അധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അവികസിതവും വികസിതവുമായ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യത്തിൽ ഏതാനും വർഷങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, പതിവായിട്ടുള്ള യാത്ര ചെയ്യാറുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ദരിദ്ര രാജ്യമായിട്ട് നിന്ന കാലത്തും ഞാൻ 2002 അമേരിക്കയിൽ പോയി ജോലി ചെയ്തതാണ്. അതിനുശേഷം ആ കാലഘട്ടങ്ങളിൽ തന്നെ നമ്മളെ അവർ കാണുന്നത് ഒരു വിചിത്ര മാനസികാവസ്ഥയുള്ള, ദരിദ്രരായ, ഒന്നിനും കൊള്ളാത്തൊരു ജനം ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ വന്ന ഒരു മാനസികാവസ്ഥ അവർക്ക് അവരത് പ്രകടിപ്പിക്കത്തില്ല, നിയമപരമായി കുറ്റമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 10 എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 7-8 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന മഹാനായ നേതാവ് ഇന്ത്യയിൽ അധികാരമേറ്റതിനു ശേഷം ഈ രാജ്യത്ത് കൈവരിച്ചിരിക്കുന്ന സാമ്പത്തിക വളർച്ചയും സാംസ്കാരിക അടിത്തറയും ഒരു ഭരണനേതാവിന്റെ, ഒരു ഭരണകൂടത്തിന്റെ നേട്ടം എന്താണെന്ന് ലോക ജനത അംഗീകരിച്ച കാഴ്ചകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വന്നിരിക്കുന്ന അത്ഭുതകരമായി ഏതാണ്ട് 19 വർഷമായിട്ട് തന്നെ, 19-ഓളം വർഷമായിട്ട് തന്നെ ഉത്തരേന്ത്യയിൽ പല യാത്രകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്തിയിട്ടുണ്ട്, അല്ലാതെ യാത്രാ പ്രിയനായി ഞാൻ നടത്തിയിട്ടുണ്ട്. ഈ ഉത്തരേന്ത്യ ഗ്രാമങ്ങള് ഒരു അടിമകളെ പോലെ ജീവിച്ച് ഒന്നിനും കൊള്ളാത്ത ജനങ്ങളെ പോലെ അടിച്ചമർത്തിയിരുന്ന ഉത്തരേന്ത്യ ഗ്രാമങ്ങളും ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇന്ന് കൈവരിച്ചിരിക്കുന്ന അവിശ്വസനീയവും അത്ഭുതകരമായിട്ട് വളർച്ച നേരിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇതൊക്കെ കൂടി ചിന്തിക്കുമ്പോൾ എന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴിത് ജനങ്ങളുടെ കൈവെള്ളയിലാണ് ഞാൻ പറഞ്ഞ ഉദാഹരണം. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ജനങ്ങൾക്ക് ഇത് റീച്ചബിൾ ആയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായത്. തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ
തങ്ങൾ സ്വയം നേടിയെടുത്ത വിദ്യാഭ്യാസവും വിവേകവും ലോകവീക്ഷണത്തിനെല്ലാം ഇവർ അബദ്ധത്തിന്റെ ചങ്ങലയിട്ട് പൂട്ടി നമ്മളെ ചതിക്കുവാണെന്നുള്ള ആ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ജൻസി കാറ്റഗറിയിൽപ്പെട്ട യുവജനങ്ങൾക്ക് ബോധ്യമായി എന്നുള്ള രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ ചർച്ച തുടക്കത്തിൽ പറയുന്നത്. വിദേശ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് കൈവെള്ളയിലാണ്. ഒരു ഗ്ലോബൽ വില്ലേജ് ആണ് ഇത് ലോകം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പിന്തിരിപ്പന്മാർ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ കുറ്റകരമായ പ്രവർത്തനം ചെയ്തത്. എന്നാൽ നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ മധ്യവയസ്കരും പ്രായമുള്ളവരൊക്കെ ഈ സമീപകാലങ്ങളിൽ ലോകം ചുറ്റിച്ചു. കാരണം മക്കളുടെ താല്പര്യം, അവരുടെ എന്താ പറയുക പിന്തുണയിലാണ് പല മാതാപിതാക്കളും ലോകം കണ്ടു, പല വിദേശ രാജ്യങ്ങളും കണ്ടു. നമ്മുടെ ചെറുപ്പക്കാരുന്ന് യാത്ര ചെയ്യുന്നു, ജോലിയാർത്ഥം ലക്ഷക്കണക്കിന് ആളുകൾ വിദേശങ്ങളിൽ പോകുമ്പോൾ അവർക്ക് അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ രാജ്യത്തേക്ക് നോക്കുമ്പോൾ ഈ രാജ്യം കൈവരിച്ച നേട്ടം എന്താണെന്നുള്ള ബോധ്യം. അത് അവർ വിദേശ മലയാളികൾ കേരളത്തിലെ സാധാരണക്കാരുടെ ഇൻഫ്ലുവൻസ് ചെയ്തി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു തിരിച്ചറിവ്, അതിലൊക്കെ ഉപരിയായി ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ എന്താ പറയുക ലീഡർഷിപ്പ് കേരളത്തിലുണ്ടായത്. വികസനത്തിന് വേണ്ടി മാത്രം പറയുന്നത്. നേരത്തെ ഞാൻ ഉത്തരേന്ത്യയിലെ ഭരണകൂടത്തിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയും അതുപോലെ കേന്ദ്രത്തിലെ ഭരണകൂടത്തിന്റെ നേട്ടങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഈ രണ്ട് ചതിയൻ മുന്നണികളെയും മാറ്റി ഈ ഒരു പുതിയ ഒരു മുന്നണി കേരളം ഭരിക്കണം, ദേശീയതയോടൊപ്പം ചേരണം, ദേശത്തിന്റെ വളർച്ചയ്ക്ക് തങ്ങൾക്കും വളരണം എന്നുള്ള ബോധ്യമാണ് ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ച ചുരുക്കത്തിലുള്ള 3 ഉദാഹരണങ്ങളെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. സാർ, ഇപ്പോൾ BJPയെ കുറിച്ച് നമ്മൾ പൊതുവെ വിലയിരുത്തുന്നത് ഒരു ഹൈന്ദവ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിലാണ്. പക്ഷേ കേരളത്തിൻ്റെ പൊതു സാഹചര്യം വിലയിരുത്തുമ്പോൾ ഈ ഹിന്ദു വിഭാഗത്തിൻ്റെ ഒരു വലിയൊരു പ്രാതിനിധ്യമുള്ളത് ഇടത് അല്ലെങ്കിൽ CPMലാണ്. അപ്പോൾ ആ ഒരു വിഭാഗത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണോ ഈ ക്രൈസ്തവ സഭകളിലേക്ക് അല്ലെങ്കിൽ താങ്കളടക്കമുള്ള വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് വേരോടിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ഔട്ട് റീച്ച് എന്ന് നമ്മൾക്ക് പറയുന്ന തലത്തിലേക്ക് BJP കൃത്യമായ ഇടപെടലുകളിലേക്ക് നീങ്ങിയത്? തീർച്ചയായിട്ടും. കാരണം അത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു വീക്ഷണമല്ല, അതിനുള്ളൊരു അറ്റംപ്റ്റ് BJP തുടക്കം കുറിച്ചത് കാര്യമായ രീതിയിലുള്ള പുതുമകളൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെ തന്നെ ഇന്ത്യയുടെ ദേശീയതയ്ക്കും ലോകത്തിന്റെ നെറുകയിലേക്ക് 4ാം സ്ഥാനത്ത് ഈ രാജ്യത്തെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് എത്തിച്ച അസാധ്യമായ ഒരു പ്രവൃത്തിയിലൂടെയും നരേന്ദ്രമോദിയെയും ആ ഭരണകൂടത്തിനെയും ഉൾക്കൊള്ളാൻ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് സാധിച്ചിരുന്നു. എനിക്കൊക്കെ അതിനകത്ത് ഒരുപാട് ഉദാഹരണമുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വിഭാഗമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. ഇവിടുത്തെ ക്രിസ്ത്യൻ, പ്രത്യേകിച്ച് കാത്തലിക് ബിഷപ്പ് മറ്റുള്ളവരൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. 2016 ഇടതുപക്ഷ മുന്നണി വിജയിക്കുന്നതിന് മുന്നോടിയായിട്ട് വലിയ രീതിയിൽ അതുമായിട്ട് എന്താ പറയുക ഒരു അധികം ഡിസ്കോഴ്സ് ഒന്നും പുറത്തൊന്നും പറയാത്ത രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി വളരെ വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് മനസ്സിലായി ഇത് 2 കാര്യങ്ങളുണ്ട്. നേരത്തെ എന്നോട് ചോദിച്ചാൽ ഹിന്ദു വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണോ ഭാരതീയ ജനതാ പാർട്ടി എന്നത് അബ്സല്യൂട്ട്ലി റോങ്. ഒരിക്കലും ഈ പാർട്ടിയെ അടുത്തറിയുന്ന ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു ജാതിയോ വർഗീയതയുടെ പേരിലുള്ള ഒരു വേർതിരിവും ഈ പാർട്ടിയിലില്ല. അപ്പൊ ഞാൻ തന്നെ ഈ പാർട്ടിയിൽ 4 മാസമായുള്ളൂ. അതിനുശേഷം ഞാൻ പങ്കെടുക്കുന്ന പരിപാടികളും എനിക്ക് എന്നോട് നിർദ്ദേശിക്കുന്ന പരിപാടികളും ഞാൻ കണ്ടുമുട്ടുന്ന BJPയുടെ സമന്വയ നേതാക്കന്മാരെ എല്ലാവരും നമ്മളോട് കാണിക്കുന്ന ഒരു സാഹോദര്യം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്നുവരെ 10-35 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ച CPM എന്നൊരു പാർട്ടിയിൽ നിന്നും അതിന്റെ 1% പോലും എനിക്കിന്ന് മാത്രമല്ല അതിനുള്ള ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ സാഹോദര്യത്തിന്റെ മത ജാതി വർണ്ണതകൾക്ക് അതീതമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഈ ഹിന്ദു എന്നുള്ള വാക്ക് വെച്ചുകൊണ്ടെങ്കിൽ കാര്യം പറയും. ഹിന്ദു എന്ന വാക്കെന്ന് പറയുന്ന ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെയോ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രാൻഡ് നെയിം അല്ല. അത് ഇന്ത്യയുടെ സംസ്കാരമാണ്. അതായത് ബുദ്ധിയുള്ള മനുഷ്യർ ഇന്ത്യയെ പഠിച്ചാൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ല, അത് നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരമാണ്. ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ സംസ്കാരത്തിന്റെ അടിത്തറയിൽ നിന്നും ഈ ഭാരതം എന്ന് പറയുന്ന ഭൂമി ലോകത്തിന് നൽകിയിട്ടുള്ള സാംസ്കാരിക സംഭാവന. ആ സംഭാവനയാണല്ലോ ഇന്നിപ്പം അതിന്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഭരണകൂടത്തിന്റെ നേതാവിനും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ വികസനം ലോകരാജ്യങ്ങൾ അംഗീകരിക്കാൻ കാരണം ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ആളുകൾ ഇത് അംഗീകരിക്കും. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളെ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളെ ഈ മൂടുപടത്തിൽ നിന്നുകൊണ്ട് ചതിക്കുന്നവരോടുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ
12 വർഷമായിട്ട് എട്ടി ഭരിക്കുന്ന, ഏതാണ്ട് ഇപ്പൊ 12 വർഷമായിട്ട് എട്ടി ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ തലപ്പത്തുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഫോളോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ. ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞ 1.5 മാസത്തിൽ പബ്ലിക്കായിട്ട് ഒരു പബ്ലിസിറ്റി കൊടുത്തു. ഞങ്ങളുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഫോളോ ചെയ്യുന്ന രാഷ്ട്രത്തലവൻ 1ാം സ്ഥാനം നരേന്ദ്രമോദിയാണ്, 100 ദശലക്ഷം ആളുകൾ. 2ാം സ്ഥാനത്തുള്ള ഡൊണാൾഡ് ട്രംപ് കേവലം 42 ദശലക്ഷം പേരേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത്? ഒരാളെ ഫോളോ ചെയ്യണമെങ്കിൽ 2 രീതിയിലാണ്. ഒന്ന്, ഫോളോ ചെയ്യാന്ന് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ആളിൽ എന്തോ പ്രത്യേകത. അതാണ് അനുഗമനം. നമ്മളൊരാളെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ആശയമായിട്ട് യോജിക്കണം. ഇപ്പൊ എല്ലാ രീതിയിലുള്ള ജനങ്ങളുള്ള ലോകത്ത് ഈ ഒരു വ്യക്തിത്വം ഈ രാജ്യത്തെ ഈ രീതിയിൽ ഉയർത്തിയത് ഇന്ത്യക്ക് പ്രൗഢ. ഈ ഭൂമിയിലെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ഈ നേട്ടം റിപ്പോർട്ട് ചെയ്യും. പ്രത്യേകിച്ച് UK എന്നുള്ള മാധ്യമങ്ങള്, BBC, ന്യൂയോർക്ക് ടൈംസ്, ഫോക്സ് മാഗസിൻ പോലുള്ള മാധ്യമങ്ങൾ, നമ്മുടെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ മൂടി വെച്ചു. എങ്കിലും കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു. അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ഈ ജാതി മത ചിന്തകളുള്ള സമൂഹത്തിന്റെ പ്രതിനിധിയായി, ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഇദ്ദേഹം ഭരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു നേട്ടം ലോക ജനതയിൽ ഉണ്ടാകത്തില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ജാതിയുടെ വർഗീയതയുടെ പേരിൽ BJP കൂട്ടിയിലിട്ട് തളർത്താൻ ആര് ശ്രമിച്ചാലും അവർ മൂടന്മാരുടെ ശ്രമത്തിലാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് തന്നെ പറയാം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയും. ഉത്തരേന്ത്യയിലേക്ക് നിങ്ങൾ പോകും, നോർത്ത് ഈസ്റ്റിലേക്ക് പോകും, അരുണാചൽ പ്രദേശ്, മണിപ്പൂര്, നാഗാലാൻഡ്, മേഘാലയ പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടുത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. അപ്പൊ ഞാൻ അരുണാചൽ പ്രദേശ്, അതുപോലുള്ള നാഗാലാൻഡ് പോലുള്ള രാജ്യങ്ങൾ, അവിടുത്തെ 7 സ്റ്റേറ്റുകളിലും യാത്ര ചെയ്തിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ 99% ജനങ്ങളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അത് എസ്പെഷ്യലി കാത്തലിക് സംബന്ധിപ്പെട്ടവരാണ്. അവിടെ വർക്ക് ചെയ്യുന്ന മിഷണറീസ്, അവിടുത്തെ സ്കൂളുകൾ കണ്ടക്ട് ചെയ്യുന്നത്, അവിടുത്തെ ഹോസ്പിറ്റൽ കണ്ടക്ട് ചെയ്യുന്നത്, സാമൂഹ്യ സേവന രംഗത്തുള്ളവരിൽ മഹാഭൂരിപക്ഷം മലയാളി കന്യാസ്ത്രീകൾ ക്രിസ്ത്യാനികളാണ്. നിങ്ങൾ അവിടെ നിങ്ങളുടെ ലേഖകരെയോ നിങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ബോധ്യം വരുന്നത് they are 100% സാറ്റിസ്ഫൈഡ്. ഒരു എതിരും അവിടെ ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ അവർ ഉയർത്തുന്നില്ല. അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് കഴിഞ്ഞ 8-9 വർഷമായിട്ട് BJP ഭരിക്കുന്നതാണ്. ഫുള്ളി സാറ്റിസ്ഫൈഡ്, പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ കേരളത്തിൽ ഭരിക്കാൻ വേണ്ടി ഇടതും വലുതും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പോലുള്ള മുന്നണികളെ അല്ലെങ്കിൽ സമൂഹത്തിനെ കല്ലിപ്പിച്ച് BJP വന്നാൽ അപകടമാകും, നിങ്ങളുടെ നിലനിൽപ്പ് തെറ്റും എന്ന് ഉള്ള ചെറിയ ദുർബല മനസ്സുകളിൽ സ്വാധീനിച്ചതുകൊണ്ട് മാത്രം ഒരു അകൽച്ചയായിരുന്നു. അതെല്ലാം മാറി ക്രിസ്ത്യൻ സമൂഹം വലിയ രീതിയിൽ വരുന്നു. ഒരു ഉദാഹരണത്തോട് പറയാം. അനൂപ് ആന്റണിക്ക് പ്രചരണാർത്ഥ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി തിരുവല്ലയിൽ നമ്മളെല്ലാം ലൈവായിട്ട് പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ വെച്ച് അദ്ദേഹം അനൂപ് ആന്റണിയെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച 4 മിനിറ്റുള്ള വാക്കുകളുണ്ട്. ആലോചിക്കണം. എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം നിൽക്കുന്ന യുവ നേതാവാണ് അനൂപ് ആന്റണി. ഞങ്ങൾ പരമാവധി അനൂപ് ആന്റണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നു. അദ്ദേഹം എന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അദ്ദേഹത്തിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അദ്ദേഹത്തിന് വിജയിപ്പിക്കണം എന്നൊരു ബ്രീഫ് സ്റ്റോറി തന്നെ അനൂപ് ആന്റണിയെ കുറിച്ച് നരേന്ദ്രമോദിജി പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ക്രിസ്ത്യൻ നാമധാരിയാണ് ഇയാൾ ജയിക്കേണ്ട, അല്ലെങ്കിൽ വേറെ ഒരു എന്തെങ്കിലുമൊക്കെ പെരിഫറൽ ആയിട്ട് വന്നിട്ട് മോദിജിക്ക് പോയാൽ പറയട്ടോ. നമ്മളത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഇപ്പൊ ഷോൺ ജോർജിനെ കുറിച്ചുകൂടെ പ്രതിപാദിച്ചു. ഷോൺ ജോർജ് എന്ന പാർട്ടിയുടെ ഒരു വലിയ ഗ്രാമമുഖമാണ്. അദ്ദേഹം കാത്തലിക് കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ഇന്ന് കേരളത്തിൽ എവിടെ പോയാലും, ഞാൻ ഉത്തര കേരളത്തിലൊക്കെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പയ്യന്നൂർ നിയോജകമണ്ഡലം, നിലമ്പൂർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഞാൻ പ്രചരണാർത്ഥം പോയാലാണ്. അവിടെയൊക്കെ ഷോൺ ജോർജിനോട് കാണിക്കുന്ന ഒരു സ്നേഹം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പറയണം. കാരണം എന്തുകൊണ്ടാണ്? അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഷോൺ ജോർജിനും അനുവാദിക്കും നൽകുന്ന പരിഗണനയാണ് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന മറുപടി എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ BJP ശ്രമിക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് യാഥാർത്ഥ്യമുണ്ട്. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിവേകമുള്ള സംഭവമാണ്. ഞാൻ അതിനെ വർഗീയമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആളല്ല. ആ സമൂഹത്തിൽ വന്നിരിക്കുന്ന വെളിച്ചം അവർക്ക് ബോധ്യപ്പെടുന്നത് തങ്ങളുടെ കുട്ടികൾ വിദേശത്ത് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടികൾക്ക് ഭൗതികമായിട്ട് വളരാൻ സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ കപട മുന്നണികളോടൊപ്പം നിന്നാൽ പോരാ, ദേശീയതയോടൊപ്പം തൊഴിലവസരങ്ങൾ നേടിത്തരും എന്നുറപ്പുള്ള അഡ്വാൻസ്ഡ് ചിന്തകളായിട്ടുള്ള, അപ്ഡേറ്റഡ് ആയിട്ട് മൈൻഡഡ് ആയിട്ടുള്ള, ഗ്ലോബലായിട്ട് ചിന്തിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ വരണം. അതിന് തങ്ങളും തങ്ങളുടേതായ രീതിയിൽ ഒപ്പം നിൽക്കുന്നു എന്ന ബോധ്യമാണ് അവരെ ഒരു പരിധി വരെ BJP-യിലേക്ക് അടുപ്പിച്ചത്. അത് ഉറച്ച തീരുമാനമാണ് അവരുടേത്.
അതുകൊണ്ട് തന്നെ പറയാം, വിതിൻ ഷോർട്ട് ടൈം കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിൽ തന്നെ ഒരു വലിയ വേവ് ഉണ്ടാവും. അതുപോലെ തന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രതീക്ഷയായിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ ഇന്നലെ അദ്ദേഹത്തിനെ കണ്ട തൃശ്ശൂർ ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ വെച്ചു. അദ്ദേഹം പകർന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം രാഷ്ട്രീയം അധികം പറയാറില്ല. അദ്ദേഹം ഒരു വെൽ നോൺ ടെക്നോക്രാറ്റാണ്. അതുപോലെ തന്നെ സ്വയം വലിയ രീതിയിൽ ലോകത്തിന് മുമ്പിൽ കഴിവ് തെളിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹം പറയുന്നത് വികസനത്തെ കുറിച്ച് മാത്രമാണ്. വി നീഡ് ഡെവലപ്മെന്റ്. അതാണ് അദ്ദേഹം പറയുന്ന മുദ്രാവാക്യം. അതിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് ആകർഷിച്ചിരിക്കുന്നു. ആ ആകർഷണം പതിയെ മറ്റു തലമുറയിലേക്ക് പടർന്നു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ അതിന് റിഫ്ലക്ഷൻ ഉണ്ടാവും. അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം ഈ ശക്തമായ വികസനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് കേരളം ഭരണത്തിലേക്ക് തന്നെ BJP വരുന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഇപ്പോൾ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ, അതിപ്പോൾ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ, ഇത്തരം മണ്ഡലങ്ങളെക്കുറിച്ചാണ് പൊതുവിലൊരു വലിയ സാധ്യത ഇപ്പോൾ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയായിട്ടുള്ളത്. ഇതിനപ്പുറം ചില മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാകും. ചില വൻമരങ്ങളെ കടപുഴക്കിക്കൊണ്ട് BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും, അല്ലെങ്കിൽ അവിടെ ആര് ജയിക്കുമെന്നുള്ള നിർണായക ശക്തിയായി BJP മാറും എന്ന തരത്തിൽ ചില വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. താങ്കളുടെ ഒരു നിഗമനത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അത്തരം ഒരു അപ്രതീക്ഷിത ഒരു സർപ്രൈസ് എൻട്രി ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതും കേരളത്തിന്റെ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. ഇപ്പൊ നേമം, കഴക്കൂട്ടം, രാജീവ് ചന്ദ്രശേഖരും V മുരളീധരനും വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ചില പെയ്ഡ് യൂട്യൂബുകാരും മാധ്യമങ്ങളും അതല്ല 4-ാം തീയതി വരെ നമ്മളെ കബളിപ്പിക്കാനാണ് ചില വാർത്തകൾ കൊടുക്കുന്നത്. അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. 4-ാം തീയതി ഉത്തരത്തിൽ ഇനി 6 ദിവസമേ ഉള്ളൂ. ഇവർ രണ്ടുപേരും അത് കൂടാതെ കൊണ്ട് തന്നെ നമ്മുടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഒരു ഡൈനമിക് യുവൻ ലീഡറാണ്. അവരുടെ ശബ്ദം നിയമസഭയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം പാലക്കാടുണ്ട്. അവർ അവിടെ വിജയിക്കുന്നത് എനിക്ക് സംശയമൊന്നുമില്ല. KS സുരേന്ദ്രൻ, നമ്മുടെ ഇന്നലെ ഞാൻ നേരിടുന്ന മഞ്ചേശ്വരത്ത് വലിയൊരു പൊല്യൂഷനിൽ അദ്ദേഹം അവിടെ ജയിക്കും. അതുപോലെ തന്നെ ഇത്തവണ ഒരു ക്രോസ് വോട്ടിങ് ഈ പറയുന്ന 2 വലതുപക്ഷ മുന്നണിയിൽ നടത്താൻ സാധ്യതയില്ല. കാരണം ക്രോസ് വോട്ട് ചെയ്താൽ അവരുടെ പ്രദേശത്തിലേക്കാണ്. അതുകൊണ്ട് അവരത് അവർക്ക് അവരുടെ പ്രദേശത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ഇനിയുള്ളൊരു തീരുമാനത്തോട് സർപ്രൈസ് ആയിരിക്കാം. വിജയസാധ്യത ഒരു 55-45 നിൽക്കുന്ന മണ്ഡലമാണ് ദേവികുളം മണ്ഡലം. എനിക്ക് ആ ദേവികുളം മണ്ഡലത്തില് ഈർച്ചാൻ ലെവൽ കോർണർ എനിക്ക് അറിയാവുന്നതാണ്. നോട്ട് എക്സാജുലേഷൻ. ഞാൻ അവിടുത്തെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയി. ഞാൻ കഴിഞ്ഞ 6 ദിവസം മുമ്പ് ആ മണ്ഡലത്തിൽ യാത്രകളാണ്. പിന്നെ അവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി S. രാജേന്ദ്രൻ വാസം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തൊഴിലാളികൾക്കിടയിലുള്ള സ്വാധീനം അപാരമാണ്. അത് നമുക്ക് 2-3 പരിപാടികൾ നേരിട്ട് കാണാൻ പറ്റി. ഒരു പക്ഷേ ഒരു വിജയം അല്ലെങ്കിൽ ഒരു അട്ടിമറി വിജയം അവിടെ നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിലവിലുള്ള MLA എന്ന് പറയുന്ന രാജ എന്ന് പറയുന്ന MLA MM മണിയുടെ നോമിനിയാണ്. മറ്റൊരു രാജയാണ് മറ്റ് വലതുഭാഗത്ത് നിൽക്കുന്നത്. അദ്ദേഹം മറ്റൊരു നോമിനിയാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അവിടുത്തെ ജനങ്ങള് ഈ MM മണി ഗ്രൂപ്പിൽ നിന്നും ഇടുക്കിയെ രാജവാഴ്ച നടത്തുന്ന CPM നേതൃത്വത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഇടുക്കി ജില്ലയിലെ പ്രാന്തപ്രദേശങ്ങളിലുള്ള മറ്റെവിടെയെങ്കിലും നിങ്ങൾ സംഘം യാത്ര ചെയ്താൽ സത്യത്തിൽ കേരളം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. കാരണം ഇപ്പോഴും ഈ CPM കരാളഗ്രസ്തങ്ങളിലെ അടിമകളായിട്ട് ജീവിക്കുന്ന ഗതികളിലാണ് സത്യത്തിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ. അതിന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നതിന്റെ പേരിൽ ഇദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞ 55% സാധ്യത ഈ രാജേന്ദ്രന്റെ 3-ാം ഘട്ടം. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ചാത്തന്നൂരാണ്. ചാത്തന്നൂർ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രവർത്തിക്കുന്ന ഗോപൻ, അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത്, സബ്ജക്ട് കറക്റ്റ്. അദ്ദേഹം കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് തന്നെ അവിടെ നിന്ന് പ്രവർത്തിച്ചു, ശാന്തമായ രീതിയിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചാത്തന്നൂർ വിജയിച്ചാൽ അത് കഴിയില്ല. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് തിരുവല്ല മണ്ഡലമാണ്. തിരുവല്ല മണ്ഡലത്തിന് 2 കാരണങ്ങളുണ്ട്. അത് നമ്മൾ മാധ്യമങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്തില്ല. കാരണം BJP വിരോധമാണ്. ഒന്ന്, അനൂപ് ആന്റണി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ദേശീയ തലത്തിൽ പോലും BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നമ്മുടെ പ്രധാനമന്ത്രിയുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ. കൂടാണ്ട് തന്നെ നല്ല ഒറേറ്റർ, കാര്യങ്ങളിൽ പഠിച്ച് സംസാരിക്കുന്ന ആള്, സ്വാധീനമുള്ളൊരു വ്യക്തി. ആ ചെറുപ്പക്കാരൻ തിരുവല്ലയിൽ വളരെ പതിയെ ജനങ്ങളുടെ മനസ്സിലേക്ക് കൂട്ടി എന്നുള്ളത് എനിക്ക് ഒരു ദിവസം ഇവിടെ പ്രവർത്തിച്ചപ്പോൾ വ്യക്തമായ ഒരു ധാരണയാണ്. അത് കൂടാണ്ട് തന്നെ തിരുവല്ലയിലെ 2ാമത്തെ യാഥാർത്ഥ്യം, ആ 2 സ്ഥാനാർത്ഥികളെ കുറിച്ച് ജനങ്ങൾക്ക് അവരെ മടുത്തു. ഒരാൾ MLA ആയിട്ടില്ല എങ്കിൽ മാത്യു തോമസ്
കഴിഞ്ഞ 10-25 വർഷമായിട്ട് ആ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് ഫോർ നത്തിങ് എന്ന അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളൂ. ഒരു തരത്തിലുള്ള വികസനങ്ങളും സ്വാഭാവികമായിട്ട് കിട്ടേണ്ട എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടില്ല. ജനങ്ങൾ മടുത്തു. അദ്ദേഹം ഒരു ഊർജ്ജസ്വലമായ ഒരു ജനപ്രതിനിധിയല്ല, കറക്റ്റഡ് ആണെന്ന് ഞാൻ പറയത്തില്ല. അടുത്തയാള് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു പെയ്ഡ് സ്ഥാനാർത്ഥിയാണെന്നുള്ള മേൽദോഷം ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ആ രാഷ്ട്രീയ കക്ഷിയിൽ പലരും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് വ്യക്തമായി ചെത്തുന്നു. തന്നെയുമല്ല, തിരുവല്ല വോട്ടർമാർക്ക് പോലും കാര്യമായ രീതിയിലുള്ള അറിവ് പോലും അത് സ്ഥാനാർത്ഥി. അതുകൊണ്ട് ഈ 2 പേരിൽ നിന്ന് മാറി വിടുമിടുക്കനായിട്ട് പിന്നെ നമ്മുടെ അനൂപ് ആന്റണിക്ക് വോട്ട് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല, അദ്ദേഹം വിജയിക്കും. ഇന്നലെ ഞാൻ അദ്ദേഹത്തിന് കൈ പിടിച്ച് ഞാൻ അദ്ദേഹത്തിന് ആശംസ വരെ കൊടുത്തിരിക്കുക. പ്രൗഡാണ് അദ്ദേഹത്തെ കുറിച്ച്. ആ ഒരു സാധ്യത അവിടെ വരുന്നു. പിന്നെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ മണലൂർ മണ്ഡലം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ആ മണ്ഡലത്തിലും വിജയസാധ്യത ഏറെയാണ്. അതിലൊക്കെ ഉപരി പത്മജ വേണുഗോപാലൻ തൃശ്ശൂരിൽ. ഇന്നലെ തൃശ്ശൂർ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ പരിപാടികളിൽ ആളുകളോട് സംസാരിച്ചപ്പോൾ അവരെല്ലാവരും പത്മജ വേണുഗോപാൽ വരണം എന്നുള്ള ഒരു നിലപാട്. ആ നിലപാടിന് ഒരു കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് ആണ് അവരുടെ വിജയത്തിന് അടിസ്ഥാനം. അപ്പൊ പത്മജ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ സത്യം എന്ന് പറയുന്നത് ദൂരത്തിന്റെ പര്യായമായ കൊള്ളസംഘത്തിലെ പ്രിൻസിപ്പൽകാർക്ക് മാത്രം നിലനിൽക്കുന്ന വളർത്തിയ സ്വന്തം പാർട്ടിക്കാരെ പോലും അവഗണിച്ചുകൊണ്ട് പണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച് നാട്ടിൽ അരാജകത്വം വളർത്തുന്നതിൽ റെക്കോർഡ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കാൻ ഒരുപക്ഷെ വിജയിക്കാത്ത മണ്ഡലങ്ങളിലും ഒരു നേരത്തെ താങ്കൾ ലഭിച്ചവരെ BJP ആ വിജയത്തിന്റെ നിർണയങ്ങൾ BJPയുടെ പ്രവർത്തകർ കാഴ്ചവെച്ചാൽ ഏതാണ്ട് ഒരു 19 നിയോജകമണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കണം, അല്ലെങ്കിൽ വമ്പന്മാരെ അട്ടിമറിക്കുന്നതിൽ ഒരു വലിയ പ്രാധാന്യം ഉണ്ടാവും. അതിലൊരു വമ്പൻ രാജീവ് എന്ന് പറയുന്ന നമ്മുടെ വ്യവസായ മന്ത്രിയാണ്. അദ്ദേഹം കളമശ്ശേരിയിൽ പരാജയത്തിന്റെ വക്കിലാണെന്നുള്ളതാണ് ആ പാർട്ടി തന്നെ വിലയിരുത്തുന്നത്. 7000 വോട്ടിൽ പരാജയപ്പെടുന്നത് CPM-ന്റെ പ്രാദേശിക കണക്കുകൂട്ടൽ സംസ്ഥാന സമിതി കൊടുത്തതിനാൽ നമ്മൾ വാർത്ത വന്ന അദ്ദേഹം ചിലപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റുമാനൂരിൽ VN വാസവ് എന്ന് പറയുന്ന മന്ത്രി എന്റെ നിയോജകമണ്ഡലത്തിന് തൊട്ടടുത്താണ്. ഞാൻ എന്നും പോകുന്ന സ്ഥലം ഏറ്റുമാനൂര്. അവിടെ വളരെ ചെറുപ്പക്കാരിയായ സരിതാ നായർ കുട്ടി IT പ്രൊഫഷണലാണ് വരുത്തിയ ഒരു സ്വാധീനം, തെരഞ്ഞെടുപ്പിൽ വരുത്തിയ വലിയ രീതിയിലുള്ള അവരുടെ പ്രകടനങ്ങൾ വലിയൊരു വോട്ട് ഷെയറിലേക്ക് അവരെ കൊണ്ടുവരും. അത് VN വാസവിന്റെ പരാജയത്തിന് കാരണമാക്കുന്നത് ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ ആ മണ്ഡലത്തോട് അടുത്ത് പിടിക്കുന്ന ആളാണെങ്കിൽ ആ മണ്ഡലമായിട്ട് ബന്ധമുള്ളതിന്റെ പേരിൽ VN വാസവിന്റെ പരാജയത്തിനും ഒരുപക്ഷെ അതിനൊരു കാരണമാകാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷോണയിലേക്ക് ഞാൻ പറയാം. പാലായിൽ ഞാൻ 2 ദിവസം പ്രവർത്തനത്തിൽ പോയ സ്ഥലമാണ്. പാല എന്ന് പറയുന്നത് എന്റെ ഒരു പ്രവർത്തന മേഖലയാണ്. എനിക്കവിടെ ബിസിനസ് ഉണ്ടായിരുന്നതാണ്. പാലായിൽ ഷോൺ ആന്റണിയും നമ്മുടെ ഷോൺ ജോർജ് അത്ഭുതകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഓരോ മുക്കിലും മൂലയിലും ഷോൺ ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ പ്ലീസിംഗ് ആയ, വളരെ പ്രസന്റ് ആയ, റീച്ചബിളായ ഒരു മനുഷ്യനാണ് ഷോൺ ജോർജ്. അദ്ദേഹമായിട്ട് ഒരിക്കലും ഒരാൾ സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ ആരാധകനായിരിക്കും അത്രയ്ക്ക്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ ധീരമായ രീതിയിൽ തീവ്രമായ പണം പൊരുതി ഇന്ത്യയുടെ തന്നെ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ എത്തിച്ചതിൽ നിർണായ പങ്കുവച്ച് ചങ്കൂറ്റുള്ളൊരു ചെറുപ്പക്കാരനാണ് BJPയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഷോൺ ജോർജ്. അതുകൊണ്ട് പാലായി ഒരു അട്ടിമറി വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിന് സാധ്യത കൂടുതലാണ്. നമ്മുടെ സോക്കോട്ട് മാധ്യമങ്ങളൊന്നും പറയുന്നില്ല BJP ജയിക്കുന്നോ, അവർ വേണമെങ്കിൽ നിയമം പരാജയപ്പെടുന്നവർ പറയും. അതൊക്കെ ഈ പെയ്ഡാണ്. പക്ഷെ ഇത്ര യാഥാർത്ഥ്യങ്ങൾ വെച്ചു താങ്കൾ പറഞ്ഞ തന്നെ ഞങ്ങൾ ഒരു 15-20 വരെ സീറ്റ് പ്രതീക്ഷിക്കുന്നു. ഒരു മുന്നണിക്കും പിന്നെ എന്താ പറയാ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള പിന്നെ MLA വരെ വിജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു തൂക്ക് നിയമസഭ വരണമെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിർണായകമായ രാഷ്ട്രീയ മുന്നണിയായിട്ട് BJP മുന്നണി ഇപ്പോൾ വരും. അതുകൊണ്ട് ഈ അവസാനത്തെ ചോദ്യത്തിന് കൺക്ലൂഷനാണ് ഞാൻ ഈ പറയുന്നത്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും നമ്മൾ മലയാളികളെ നമ്മൾ അർഹതപ്പെട്ടതിന്റെ 10% ഒരു ഉയരത്തിലെത്തിക്കാൻ ഈ തട്ടിപ്പ് മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. ഒരു പരിധി വരെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്നു. അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ടില്ല അവസാനിപ്പിച്ച സുഹൃത്തെ, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ മുന്നണിക്ക് മാത്രമേ ഇനി കേരളത്തിൽ പ്രസക്തിയുള്ളൂ. വിതിൻ ഷോർട്ട് ടൈം, വിതിൻ 5 or 6 years കേരളം ഒരുപക്ഷെ 2029 ഒരു രാജ്യം ഒരു ഇലക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അന്ന് അല്ലെങ്കിൽ 2030 കേരളം BJP ഭരിക്കും. ഓരോ ദിവസവും ജനങ്ങൾ BJPയുടെ അടുത്തിരിക്കുന്ന യാഥാർത്ഥ്യം പങ്കുവെച്ചുകൊണ്ട്
ഞാൻ താങ്കളുടെ ഈ ചാനലിൽ ആദ്യമായി വന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി.